സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ലാ അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 25. സൂറത്തുൽ ബഖറ ആയത്തുകൾ 148 മുതൽ 163 വരെ. തഫ്സീർ പേജ് 37 മുതൽ 39 വരെ ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم إن
الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. തഫ്സീർ പേജ് 37. വലിക്കുല്ലിൻ എല്ലാവർക്കുമുണ്ട്, അതായത് മിൻ ഉമ്മത്തിക് താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട, വിജ്ഹത്തുൻ ഒരു ഭാഗം, അതായത് മിനൽ കഅബത്തി കഅബയിൽ നിന്നുള്ള, ഹുവ മുവല്ലിഹ അവൻ അതിലേക്ക് തിരിക്കണം, യതവജ്ജഹു ഇലൈഹ എന്നർത്ഥം, അതിലേക്ക് തിരിക്കണം. അപ്പോൾ കഅബ ഓരോരുത്തർക്കും വ്യത്യസ്ത ഭാഗത്താണല്ലോ വരിക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഈ തഫ്സീറിൽ പറയുന്നത്. അത് എന്താണ്? ഇന്നൽ ഇസ്ലാം യന്തശിറു ഫി അത്റാഫിൽ കഅബത്തി കുല്ലിഹ, കഅബയുടെ എല്ലാ ഭാഗത്തും ഇസ്ലാം വ്യാപിക്കും, ഏത് ഭാഗത്തും. ഇന്നൽ മുസ്ലിമീന യുസല്ലൂന ഇൻഷാ അല്ലാഹ് തആല ഇലാ കുല്ലി ജഹത്തിൻ മിൻഹാ കമാ വഖഅ ഫൽഹംദുലില്ലാഹ്. അതായത് സംഭവിച്ചിട്ടുള്ളതുപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും, കഅബയുടെ എല്ലാ ഭാഗത്തു നിന്നും കഅബയിലേക്ക് നിസ്കരിക്കപ്പെടും എന്നതാണ്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം പറയും, അഫലാ യറൗന അന്നാ നഅതിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ അഫഹുമുൽ ഗാലിബൂൻ. അൽ-അംബിയ 44-ാമത്തെ ആയത്ത്. അഫലാ യറൗന അവർ കാണുന്നില്ലേ, അന്നാ നഅതിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ ഭൂമിയെ അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് അഫഹുമുൽ ഗാലിബൂൻ അവർ ജയിച്ചടക്കുന്നവരല്ലേ എന്ന്. അപ്പോൾ ഭൂമി എല്ലാ ഭാഗത്തും അത് ഇസ്ലാമിന് കീഴ്പ്പെടും എന്നതിൻ്റെ സൂചനയാണ്. ഫഹാദ തസ്ലിയത്തുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസുഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസുഹാബിനുമുള്ള ഒരു സന്തോഷ വാർത്തയാണിത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതിനാൽ നിങ്ങൾ നന്മയിലേക്ക് മുൻകടന്നു വരൂ. അതായത് ബിത്തഅജീലി തഅമീലി അമലുകൾ പ്രവർത്തിച്ച് ഉളരിക്കൊണ്ട് എന്നതാണ്. ഐനമാ തകൂനു നിങ്ങൾ എവിടെയായിരുന്നാലും, അതായത് മിനൽ അർളി ഭൂമിയിൽ, യഅതി ബികുമുല്ലാഹു ജമീഅ നിങ്ങളെ എല്ലാവരെയും അല്ലാഹു കൊണ്ടുവരും. അതായത് യുജമ്മിഉകും അയ്യാമൽ ഹജ്ജ് എന്നാണ് ഇവിടെ തഫ്സീർ കൊടുത്തിരിക്കുന്നത്. ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അല്ലാഹു ഒരുമിച്ച് കൂട്ടും ഒരിടത്ത് എന്നർത്ഥം. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ കണ്ടതാ സൂറത്തുൽ ബഖറ തന്നെ 125-ാമത്തെ ആയത്ത്. വഇദ് ജഅൽനൽ ബൈത, അൽ ബൈത്തിനെ വിശുദ്ധ കഅബയെ നാം ആക്കിയ സന്ദർഭം, മസാബത്തൻ ലിന്നാസി ജനങ്ങൾക്ക് ഒരു സങ്കേതമാക്കിയ സന്ദർഭം, അംന അഭയസ്ഥാനവും, വത്തഖിദു നിങ്ങൾ സ്വീകരിക്കൂ, മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല ഇബ്രാഹീമിൻ്റെ സ്ഥാനം, ഇബ്രാഹിം എന്ന സ്ഥാനം ഒരു മുസല്ല നിസ്കാര സ്ഥാനമാക്കൂ എന്ന്. ഇപ്പോൾ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ മറ്റൊരു വചനവും തെളിവ് എന്താണ്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ضامر يأتين من كل فج عميق. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് ജനങ്ങൾക്ക് താങ്കൾ വിളംബരം ചെയ്യുക എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് അല്ലാഹു. യതൂക അവർ വരും താങ്കളുടെ അടുത്തേക്ക്, അതായത് ആ പ്രദേശത്തേക്ക് വരും, കഅബയിലേക്ക് വരും. റിജാലൻ നടന്നുകൊണ്ട്, വഅലാ കുല്ലി ضامرin يأتين من كل فج عميق, അതായത് എല്ലാ മലമ്പാതകളും എല്ലാ ഇടുങ്ങിയ പാതകളും ഒക്കെ താണ്ടിക്കൊണ്ട് അവർ എത്തുമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. സൂറത്തുൽ ഹജ്ജിൽ 27-ാമത്തെ ആയത്ത് അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഹജ്ജ് വേളകളിൽ എല്ലാ ഭാഗത്തുള്ള ആളുകളും അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു എന്നതാണ്, ആ കഅബയിലേക്ക്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഫഹുവ സുബ്ഹാനഹു
അവൻ പരിശുദ്ധനാണ്. യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. വയഹ്കുമു മാ യശാ, മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഇറാദത്ത് പ്രകാരം അവൻ വിധിക്കും എന്നതാണ്. വമിൻ ഹൈഥു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വമിൻ ഹൈഥു ഖറജത, താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും, ഫവല്ലി വജ്ഹക, താങ്കളുടെ മുഖത്തെ താങ്കൾ തിരിക്കൂ, ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക്. അതായത് ഇനി മുതൽ കഅബ, മസ്ജിദുൽ ഹറാം ആണ് ഖിബ്ല എന്നതാണ്. അത് നബി എവിടെയായിരുന്നാലും കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ് കൽപ്പന. വഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക്, നിശ്ചയം ഇത് റബ്ബിങ്കൽ നിന്നുള്ള സത്യമാണ്, കൽപ്പനയാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനല്ല തന്നെ. മിനൽ ഹുസ്നി വൽ ഖുബ്ഹി, അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഹുസ്ന് നന്മയാണെങ്കിലും ഖുബ്ഹ് മോശം തിന്മയാണെങ്കിലും. വീണ്ടും ആവർത്തിച്ച് പറയണം, വമിൻ ഹൈസു ഖറജത, താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും, അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ താങ്കൾ, ഫവല്ലി വജ്ഹക, താങ്കളുടെ മുഖത്തെ തിരിക്കൂ. അതായത് അന്തസ്വലാ, നിസ്കാര സമയത്ത്, ഷത്റുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക്, വഹൈസു മാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും. എന്നിട്ട് മുസ്ലിങ്ങളോടും കൂടി കൽപ്പിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് മറ്റുള്ളവരോട് പറയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായി പറഞ്ഞ ശേഷം മൊത്തത്തിൽ മുസ്ലിങ്ങളോട് പറയണം. അയ്യുഹൽ മുസ്ലിമൂൻ, അല്ലേ മുസ്ലിങ്ങളെ, തഅക്കീദൻ ലിൽ അംരി അൽ മദ്കൂർ, നേരത്തെ പറയപ്പെട്ട കൽപ്പനയുടെ അത് സ്ട്രെസ് ചെയ്ത് പറയണം, ഉറപ്പിച്ച് പറയണം, എംഫസിസ് കൊടുത്ത് പറയണം. ഫവല്ലു വുജൂഹകും ഷത്റഹ്, നിങ്ങൾ അതിന് നേരെ മുഖം തിരിക്കുക, അതായത് കഅബയുടെ നേരെ. ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ, ജനങ്ങൾക്ക് നിങ്ങൾക്കെതിൽ ഒരു തെളിവ് ഇല്ലാതിരിക്കാൻ. അതായത് എന്താണ്, ശത്രുക്കൾ, മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ ചിലപ്പോൾ പറയും, എന്ത് കഅബയല്ലേ അവൻ ഖിബ്ലയാക്കേണ്ട യഥാർത്ഥത്തിൽ, ഇബ്രാഹിമിൻ്റെ മാർഗം പിന്തുടരുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിമിൻ്റെ അലൈഹിസ്സലാം കഅബയെ ഖിബ്ലയാക്കാതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുന്നത് എന്താ എന്ന് അവർ ചോദിച്ചേക്കാം. അതുകൊണ്ട് ആണ് ബൈത്തുൽ മുഖദ്ദസിനെ സ്ഥിരം ഖിബ്ലയാക്കാതെ കഅബയെ ഖിബ്ലയാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി മുതൽ കഅബയാണ് ഖിബ്ല എന്നർത്ഥം. ഉദ്റൻ വഅ്തിറാദ് ഫി മുഖാലഫത്തിൽ ഖൗലി അമലിക്കും, ഫി മുഖാലഫത്തിൽ ഖൗലി അമലിക്കും, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ വാക്കിന് എതിരാവരുത് എന്നതാണ്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, സൂറത്ത് അസ്സഫ് 3-ാമത്തെ ആയത്ത്. കബറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഭയങ്കരമാണ്, ഗൗരവതരമുള്ള വിഷയമാണ്, അൻ തഖൂലു, നിങ്ങൾ പറയുക എന്നത്, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്ന്. തുടർന്ന് പറയാം, ഇല്ലല്ലദീന വലമൂ മിൻഹും, അവരിൽ അക്രമം പ്രവർത്തിച്ചവർ, അതിക്രമകാരികൾ ഒഴികെ. അതായത് അപ്പോൾ അവർ ഖിബ്ല കഅബയാക്കിയിട്ടില്ലെങ്കിൽ, സ്ഥിരമായി ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയാക്കുമായിരുന്നെങ്കിൽ, ഒരു പക്ഷേ അവർ പറയും, എന്തുകൊണ്ട് മുഹമ്മദ് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്നു എന്നൊക്കെ പറയുന്ന മുഹമ്മദ് എന്തുകൊണ്ട് കഅബയെ ഖിബ്ലയാക്കി കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞേക്കും. അപ്പോൾ കഅബയെ അല്ലാഹു ഖിബ്ലയാക്കി. പക്ഷേ ഇനി അവരിൽപ്പെട്ട അതിക്രമകാരികളുണ്ടല്ലോ, അവരിപ്പോൾ എന്ത് ന്യായം, എന്ത് തെളിവ് കൊടുത്താലും, എന്ത് തന്നെ ആണെങ്കിലും അവർ സത്യം സ്വീകരിക്കുകയില്ല എന്നാണ്. അതാണ് അവരെ ഇസ്തിസ്ന ചെയ്ത് പറഞ്ഞത്. അൽ മുആനിദീന അൽ മുസ്തസ്ന മുൻഖത്തിഅ, അതായത് ധിക്കാരികളായിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ, അവർ എന്ത് ചെയ്താലും സത്യം സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ഫലാ തഖ്ശൗഹും വഖ്ശൗനി വലിഉത്തിമ്മ നിഅമതി അലൈക്കും, ഫലാ തഖ്ശൗഹും, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെടൂ, വലിഉത്തിമ്മ നിഅമതി അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ എൻ്റെ നിഅമത്ത് പൂർത്തീകരിച്ച് തരുന്നതിനും. അതായത് എങ്ങനെ, ബിൽ ഫുതുഹാത്തി, വിജയങ്ങൾ കൊണ്ട്, വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ മാർഗദർശനം ലഭിക്കുന്നതിനും നിങ്ങൾക്ക്. അത്തറജി റാജിഉൻ അൽ മുഖാത്തബി ഐ വർജു ഹിദായത്തൻ കാമില, നിങ്ങൾ പൂർണ്ണമായ ഹിദായത്ത് കൊതിക്കുക, ആഗ്രഹിക്കുക. മൂസിലത്തൻ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് എത്തുന്ന, സഉത്തിമ്മു നിഅമതി അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ അനുഗ്രഹം പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഖമാ, ഇതുപോലെ ഖമാ അത്മംന അലൈക്കും ബിർസാലി റസൂൽ
അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾക്ക് അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം പൂർത്തീകരിച്ച് തന്നതുപോലെ നിശ്ചയം നാം അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീക്കും വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ കമാ അർസൽനാ ഫീക്കും നിങ്ങളിലേക്ക് നാം അയച്ചിട്ടുള്ളതുപോലെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബികളിലേക്ക് പ്രാഥമികമായിട്ട് അറബികളിലേക്ക് അയച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതുപോലെയാണ് ഈ കഅബ ഖിബലയാക്കി തന്നത്. അതാണ് കമാ അർസൽനാ ഫീക്കും നിങ്ങളിലേക്ക് നാം അയച്ചിട്ടുള്ളതുപോലെ റസൂലൻ മിൻകും നിങ്ങളിൽ നിന്നുള്ള റസൂലിനെ യത്ലു അലൈക്കും ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്ന വയുസക്കീക്കും നിങ്ങളെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ബോധനം നൽകുന്ന അൽ കിതാബ വേദഗ്രന്ഥത്തെ വൽ ഹിക്മത തത്വജ്ഞാനത്തെയും അറിവിനെയും വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം പഠിപ്പിക്കുകയും ചെയ്യുന്ന റസൂലിനെ നാം നിങ്ങൾക്ക് അയച്ചിട്ടുള്ളതുപോലെ എന്ന്. അതായത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച കാര്യം പറയുന്നത് മിൻ അംരി ദീനി ദീനിൻ്റെ കാര്യത്തിൽ. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്ത്. അതായത് എന്താണ് മുമ്പ്, അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കപ്പെടുന്നതിന് മുമ്പ് മക്കയിൽ അല്ലെങ്കിൽ അറബികൾ അവർ വളരെ വ്യക്തമായ വഴികേടിൽ ആയിരുന്നെങ്കിലും എന്ന്. ഫദ്കുറൂനി തുറന്ന് പറയാണ് അത് കുറുക്കും. ഫദ്കുറൂനി അതിനാൽ നിങ്ങൾ എന്നെ സ്മരിക്കുവീൻ, അത് കുറുക്കും ഞാൻ നിങ്ങളെ സ്മരിക്കുമെന്നാൽ എന്നതാണ്. ബിൽഇഫ്ളാൽ വഷ്കുറൂലി നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കൂ, വലാ തക്ഫുറൂൻ നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. ബികുഫ്റാനി ഹാദിഹി നിഅമ ഈ നിഅമത്ത് നിഷേധിച്ചുകൊണ്ട് ഐ ഇർസാലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അള്ളാഹു തന്ന ആ നിഅമത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുക എന്ന നിയമത്ത് അതിനെ നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കരുതേ എന്ന് അള്ളാഹു പറയാണ്. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം ലഖദ് മന്നല്ലാഹു നിശ്ചയം അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു അലൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക് മേൽ ഇദ് ബഅസ ഫീഹിം റസൂലൻ അവരിലേക്ക് റസൂലിനെ അയച്ചതിനാൽ മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തത്തിൽ നിന്ന്, അതായത് അവരുടെ സ്വന്തം വിഭാഗത്തിൽ നിന്ന് തന്നെ അവരിൽ നിന്ന് തന്നെ അവർക്കൊരു റസൂലിനെ അള്ളാഹു നിയോഗിച്ചു എന്നത് അത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നിഷേധിക്കരുത് എന്ന് പറയുന്നത്. നിഷേധിച്ചാൽ അള്ളാഹുവിന് നന്ദികേട് കാണിക്കലാണ്. ആലു ഇമ്രാൻ 164-ാമത്തെ ആയത്ത് തുടർന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇസ്തഈനു നിങ്ങൾ സഹായം തേടൂ. ആരോട്? അലൽ മസ്വായിബ് അള്ളാഹുവിനോട് അലൽ മസ്വായിബ് ദുരന്തങ്ങളിൽ പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ ബിസ്വബരി ക്ഷമ കൊണ്ടും വസ്വലാത്തി നിസ്കാരം കൊണ്ടും അതായത് ബിത്തബത്തുലി ഇലല്ലാഹി തആല. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് അടിസ്ഥാനത്തിൽ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദ്ഹു വകീലാ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് മശ്രിഖ് പൂർവ്വദേശത്തിൻ്റെയും അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തിൻ്റെയും മഗ്രിബ് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെയും റബ്ബ് നാഥൻ. ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഫത്തഖിദ്ഹു വകീല അതിനാൽ ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അവനെ നിങ്ങൾ സ്വീകരിക്കുക. അൽ മുസമ്മിൽ 9-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ നിശ്ചയം അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചന തെളിവ് ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് സൂറത്ത് സുമർ 10-ാമത്തെ ആയത്ത്. ഇന്നമാ യുവഫസ്വാബിറൂന നിശ്ചയം ക്ഷമാശീലർക്ക് പൂർത്തിയായി നൽകപ്പെടും അജ്റഹും അവരുടെ പ്രതിഫലം ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ എന്ന്. മറ്റൊരായത്ത് വലാ തഖൂലു അതിൻ്റെ തുടർച്ചയാണ് അൽ ബഖറ തന്നെ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് വലാ തഖൂലു നിങ്ങൾ പറയരുത് ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് അംവാത്തിനവർ മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്. അതായത് വീങ്കാനത്ത് അർവാഹും അജ്സാദും, അവരുടെ ആത്മാക്കൾ റൂഹുകൾ അവരുടെ ജസദുകൾ ശരീരങ്ങളെ വേർപെട്ടിട്ടുണ്ടെങ്കിലും അവർ മരിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ബൽ അഹ്യാഉൻ, പക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂന, എങ്ങനെ റിസ്ഖ് വിഭവങ്ങൾ നൽകപ്പെടുന്നവരായ അവസ്ഥയിൽ തന്നെ. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആലി ഇംറാൻ 170 ആയത്ത്. ഫരിഹീന, സന്തോഷചിത്തരായിക്കൊണ്ട്, ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അവൻ്റെ ഫദ്ലിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് നൽകിയതിൽ സന്തോഷചിത്തരായിക്കൊണ്ട്, വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, അവരോട് ചേർന്നിട്ടില്ലാത്ത ആളുകളിൽ സംബന്ധിച്ചുള്ള സന്തോഷവാർത്ത മനസ്സിലാക്കിക്കൊണ്ടും, അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഒരു ഭയമില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്ന്. അപ്പോൾ അവരോട് ചേർന്നിട്ടില്ലാത്ത ആളുകൾക്ക് അവർക്കും ഈ സന്തോഷം കിട്ടുമല്ലോ എന്നൊരു സന്തോഷം അവർക്കുണ്ട്. ഷഹീദായി അവരോട് ഇതുവരെ ചേർന്നിട്ടില്ലാത്ത ആളുകൾ. ഇനി വലാകിൻ ലാ തഷ്കുറൂൻ, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികൾ, ഷഹീദുകളായവർ, ശുഹദാ, അവർ മരിച്ചവരാണ് നിങ്ങൾ പറയരുത്. അവർ എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. കൈഫ ഹയാത്തുഹും ഫലാ തുഖീസു ഹയാത്തുഹും അലാ ഹയാത്തിക്കും. അപ്പോൾ അവരുടെ ഹയാത്ത് എങ്ങനെ എന്ന് നിങ്ങൾക്കറിയില്ല. വലാത്ത ഷുറൂൻ, നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് നിങ്ങൾക്കറിയില്ല. ഫലാ തുഖീസു ഹയാത്തുഹും അലാ ഹയാത്തിക്കും. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരാന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ഖിയാസാക്കി പറയരുത്. ഫലാ തഖൂലൂ, നിങ്ങൾ പറയരുത് ഹും അഹ്യാഉൻ കഅഹ്യാഇനാ, നമ്മുടെ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന പോലെ, ഇവിടെ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന പോലെ അവർ ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെ പറയാൻ പാടില്ല. വലനബ്ലുവന്നകും, നിശ്ചയം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്ത്? ആരെ? അതായത് അയ്യുഹൽ മുസ്ലിമൂന നജഅലുകും മുബ്തലീന, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നവരാകും എന്ന്. നിങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ടാവും. ബിഷൈഇൻ, ചില കാര്യങ്ങൾ കൊണ്ട്, യസീർ, ലഘുവായിട്ട്, മിൻ അൽ ഖൗഫ്, ഭയപ്പാടിൽ നിന്ന്, മിനൽ അഅദാ, അതായത് ശത്രുക്കളുടെ ഭയം, ശത്രുക്കളെ ഭയക്കേണ്ട അവസ്ഥ വരാറുണ്ട്. വൽ ജൂഇ, പട്ടിണി, പിന്നെ വിശപ്പ്, ബിളീഖിൽ മആഷ്, ഉപജീവനം ഇടുങ്ങിയതാകൽ കൊണ്ട്, വനഖ്സിം മിനൽ അംവാലി, സമ്പത്തിൽ കുറവ് വരൽ കൊണ്ട്, ബിസ്സലത്തി വൈരിഹ, ക്ഷാമം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ. വൽ അംഫുസി, നഫ്സുകളിൽ, ശരീരങ്ങളിൽ കുറവ്, എന്താണ്? ബിൽ അംറാദി വൈരിഹ, രോഗങ്ങൾ മറ്റും ഒക്കെ കാരണമായിട്ട്. വസ്സമറാത്തി, പഴങ്ങളിൽ കുറവ്, ബിനഖ്സി സമറാത്തി, പഴങ്ങളിൽ കുറവ് വരൽ കൊണ്ട്. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ സ്ഥാനത്തിൽ. ഇതാണ് അടുത്ത പേജ്, 39-ാമത്തെ പേജ്. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അം ഹസിബത്തുൽ അൻ തദ്ഖുലുൽ ജന്നത എന്നാ തോന്നുന്നു. ഓ കമാ ഖാല സുബ്ഹാനഹു വ തആല, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് സംഭവിച്ചിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്താതെ, ഇത്തരം പ്രയാസങ്ങളൊന്നും വരാതെ നിങ്ങൾ ചുളുവിലാണ് സ്വർഗത്തിൽ പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ, അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടു. വസുൽസിലൂ, അവർ എന്താണ്? പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, റസൂലും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പറയുന്നത് വരേക്കും, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴാ? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയണം അല്ലാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയാണ്. അൽ ബഖറ 214-ാമത്തെ ആയത്ത്. തുടർന്ന് പറയും, വബശ്ശിർ, താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കൂ, മിന്നാ,
അതായത് നമ്മിൽ നിന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത്. വബശ്ശിരിസ്സാബിരീൻ, സ്വാബിരീൻ ക്ഷമാശീലർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കൂ. എങ്ങനെയുള്ള സ്വാബിരീൻ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന, ഇങ്ങനെയുള്ളവരാണ് ആ കൂട്ടർ. ഇദാ അസ്വാബതുഹും മുസീബത്തും, അവർക്കൊരു വിപത്ത് ബാധിച്ചാൽ ഖാലൂ, അവർ പറയും ഇന്നാ ലില്ലാഹി, നിശ്ചയം നാം അള്ളാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം നാം അവനിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. ഹുമുല്ലദീന യഖൂലൂൻ, അവരാണ് ഇങ്ങനെ പറയുന്നവർ എന്ന്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിലുള്ള സ്ഥലത്തിൽ മറ്റൊരു വചനത്തിൽ കാണാം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലകൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അൽ ഹദീദ് 22-23 ആയത്തുകൾ. എന്താണ് പറയുന്നത്? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾക്കൊരു വിപത്ത് ബാധിക്കുന്നത്, വലാ ഫി അൻഫുസികും, നിങ്ങളുടെ നഫ്സുകളിലും അല്ല. അതായത് നിങ്ങളുടെ നഫ്സുകളിൽ അല്ലെ ഭൂമിയിൽ നിങ്ങൾക്കൊരു വിപത്ത് ബാധിക്കുന്നത് അല്ല. എങ്ങനെയല്ലാതല്ല, ഇല്ലാ ഫി കിതാബിൻ, ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടത് അല്ലാതെ അല്ല, മിൻ ഖബ്ലി, മുന്നേ, അൻ നബ്റഅഹ, അതുണ്ടാകുന്നതിന് മുമ്പ്. അതായത് നിങ്ങൾക്ക് ആ വിപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ, അത് മുമ്പേ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖയിൽ അള്ളാഹു. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് എളുപ്പമാണ്. എന്തിന്? ലിക്കൈ ലാ തഅസൗ അലാ മാ ഫാതകും, ലിക്കൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് ഫൗത്തായത്, നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ, വിഷമിക്കാതിരിക്കാൻ. കാരണം നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്നതാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ അമിതമായിട്ട് ആഹ്ലാദിക്കുന്നതിനും, അതായത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമ്പോഴേക്കും ഓവറായിട്ട് ആഹ്ലാദിക്കുക, അതും ശരിയല്ല. അള്ളാഹു നന്ദി ചെയ്യണം. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, കുല്ല മുഖ്താലിൻ, എല്ലാ പൊങ്ങച്ചക്കാരെയും അഹങ്കാരികളെ, ഫഖർ നടിക്കുന്നവരെ, പെരുമ നടിക്കുന്നവരെ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ഉലൈക കൂട്ടർ, അലൈഹിം അവർക്ക് മേലുണ്ട്, സ്വലവാത്തുൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അനുഗ്രഹാശിസ്സുകളുണ്ട്, മിർ റബ്ബിഹിം അവൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള, അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള, അതായത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള, വറഹ്മത്തുൻ അനുഗ്രഹവും കാരുണ്യവും. ഉലൈക കൂട്ടർ ഹും അൽ മുഹ്തദൂൻ, ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗം ശ്രദ്ധിച്ചവരാണ്. ഹഖൽ ഹിദായത്തി, യഥാർത്ഥ സന്മാർഗം. തുടർന്ന് പറയുന്നു, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സ്വഫയും മറുവയും നിശ്ചയം അള്ളാഹുവിൻ്റെ ഷിയാറുകളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ, അപ്പോൾ ആരൊരുത്തൻ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ ഉംറ ചെയ്തു, ഫലാ ജുനാഹ അലൈഹി, അവന് കുഴപ്പമില്ല, അയ്യത്തവഫ ബിഹിമാ, അത് രണ്ടിനെയും പ്രദക്ഷിണം ചെയ്യും. ഇവിടെ ഉദ്ദേശിക്കുന്നത് സഅയാണ്. അപ്പോൾ സഅയ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് സഫയിലും മർവയിലും ഓരോ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നു നേരത്തെ. അപ്പോൾ ഇസ്ലാം ഫതഹായപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ ബിംബങ്ങളൊക്കെ നീക്കം ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ല, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ട് എന്നല്ല, പിൽക്കാലത്ത് വന്ന മുസ്ലിക്കുകൾ സ്ഥാപിച്ച ബിംബങ്ങൾ, ബഹുദൈശാസികൾ സ്ഥാപിച്ച ബിംബങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹാക്കിയപ്പോൾ എന്ത് ചെയ്തു? അതിനെ നീക്കം ചെയ്തെങ്കിലും അത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച സ്ഥാനമായിരുന്നല്ലോ, അതുകൊണ്ട് ഈ സായി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ആശങ്ക മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല, അവിടെയൊക്കെ ശുദ്ധീകരിച്ചല്ലോ, അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. അതല്ല സായി നിർബന്ധമല്ല എന്നല്ല, സായി നിർബന്ധമാണ്. മുക്കബ്ബിറം വ മുഹല്ലില,
തക്ബീർ ചൊല്ലിക്കൊണ്ടും തഹ്ലീൽ ചൊല്ലിക്കൊണ്ടും. വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഫമൻ തതവ്വ ഖൈറൻ, ആരൊരുത്തൻ ഐച്ഛികമായി കൂടുതൽ ചെയ്തുവോ, അതായത് ഹജ്ജ് ഉംറയൊക്കെ ഒരൊറ്റ പ്രാവശ്യം ചെയ്യാൻ നിർബന്ധം, ഒന്നിലധികം തവണ ചെയ്താൽ അതെന്താണ്, ഉത്തമമാണ്. ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, നിശ്ചയം അല്ലാഹു നന്ദിയുള്ളവനും അവൻ എല്ലാം അറിയുന്നവനാണ്. ഫയുജാസിഹി, അപ്പോൾ അതിനവൻ പ്രതിഫലം നൽകുന്നതർത്ഥം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, യക്തുമൂന മറച്ചു വെക്കുന്നവർ, മാ അൻസൽന നാം ഇറക്കിയതിനെ അവതരിപ്പിച്ചതിനെ, മിനൽ ബയ്യിനാതി വൽ ഹുദാ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗവും, അതിൽ നാം ഇറക്കിയതിനെ, മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ് ജനങ്ങൾക്ക് നാം അത് വിശദീകരിച്ച ശേഷം അതിനെ മറച്ചു വെക്കുന്നവർ, ഫിൽ കിതാബി വിശുദ്ധ വേദത്തിൽ, വിശുദ്ധ വേദത്തിലൂടെ ജനങ്ങൾക്ക് നാം വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടുള്ള സന്മാർഗവും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അതിനെ മറച്ചു വെക്കുന്നവർ. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അസമാവി, ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങിയ കിതാബ്. അങ്ങനെ മറച്ചു വെക്കുന്നവരുണ്ടല്ലോ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കും. യൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ, തൗബ ചെയ്യുകയും കാര്യം നന്നാക്കുകയും ചെയ്തവർ ഒഴികെ, വബയ്യനു സത്യം വിശദമാക്കുകയും ചെയ്തവർ, മാക്കത്തമു അതായത് അവർ മറച്ചു വെച്ച് സത്യം വിശദമാക്കുകയും ചെയ്ത നല്ല മനുഷ്യർ ഒഴികെ, ഫഉലൈക അക്കൂട്ടർ, അതൂബു അലൈഹിം അവർക്ക് നാം അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്. വഅന തവ്വാബുർ റഹീം, ഞാൻ അതായത് അള്ളാഹുവാണ്, ഞാൻ ഏറ്റവും കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നു, കരുണാവാരിധിയും ആകുന്നു. അപ്പോൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അസത്യത്തിനെ ശപിക്കാം, മുസ്ലിങ്ങളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ, ബഹുദവിശ്വാസികളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ശാപമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ശപിക്കാൻ പാടില്ല, കാരണം അയാളുടെ ആഖിബത്ത് എന്ത് നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ അയാൾ സത്യനിഷേധിയായിട്ടാണ് മരിച്ചതെങ്കിൽ പോലും അവർക്ക് വേണ്ടി അവർ ശപിക്കാൻ, വ്യക്തിപരമായിട്ട് ശപിക്കാൻ പാടില്ല എന്ന് കാണാം. ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ, ഇന്നല്ലദീന കഫറൂ നിശ്ചയം സത്യനിഷേധി ആയവർ, വമാതു വഹും കുഫാറുൻ, കണ്ടോ, സത്യനിഷേധി ആയവർ എന്ന് പറഞ്ഞിട്ട് വമാതു വഹും കുഫാറുൻ, കാഫിരീങ്ങളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവർ. അതാരാണ്? അത് നമുക്ക് എല്ലാവരെ പറ്റി അറിയില്ല. പ്രത്യക്ഷത്തിൽ കാഫറായിട്ട് മരിച്ചാലും അയാളുടെ അന്ത്യനിമിഷം എന്തായിരുന്നു, ഈമാൻ വിട്ടു എന്നത് അള്ളാഹ് അറിയുന്ന കാര്യം. ഹാലും നമീരി മാത്തു എന്ന് പറഞ്ഞതിൻ്റെ പിന്നെ അതിലുള്ള നമീറിൻ്റെ ഹാലാണെന്ന്, ഐ കാഫിരീന അതായത് കാഫിരീങ്ങളായിട്ട് മരിച്ചവർ. ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, വൽ മലായികത്തി മലക്കുകളുടെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ മൊത്തം ജനങ്ങളുടെയും ശാപമുണ്ട്. ഖാലിദീന ഫീഹാ അതിൽ അവർ ശാശ്വതരാണ്, ആ നരകത്തിൽ. ലാ യുഖഫഫു അൻഹുമുൽ അദാബു അവർക്ക് അദാബ് ശിക്ഷ തഖ്ഫീഫ് ലഘുവാക്കപ്പെടുകയില്ല എന്ന്. വലാഹും യുൻളറൂൻ അവർക്ക് ഇട നൽകപ്പെടുകയുമില്ല. അവർ ശിക്ഷയ്ക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ശിക്ഷയാണ് എന്നർത്ഥം. യുംഹിലൂന ലിൽ ഇഅ്തിദാർ ലിഖൗലിഹി തആല ഹാദാ യൗമു ലാ യൻതിഖൂൻ സംസാരിക്കാൻ പറ്റാത്ത ദിവസമാണ് ദിവസം. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ അവർക്ക് അനുമതി നൽകുകയും അവർക്ക് ഒരു എക്സ്ക്യൂസ് നൽകുകയും ചെയ്യുന്ന ദിവസം അതൊന്നുമില്ല. അൽ മുർസലാത്ത് 35-36. അതേപോലെ പിന്നെ പറയുന്നതാണ് മറ്റൊരായത്ത്, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഅഖദു ബിന്നവാസി വൽ അഖ്ദാം. യുറഫുൽ മുജ്രിമൂന കുറ്റവാളികൾ അറിയപ്പെടും, ബിസീമാഹും അവരുടെ അടയാളം കൊണ്ട്, ഫയുഅഖദു ബിന്നവാസി വൽ അഖ്ദാം അവരുടെ നാസിയത്തും മൂർധാവും കുടുമ അതേപോലെ അവരുടെ പാദങ്ങളും ചേർത്ത് അവരെ പിടിക്കപ്പെടും എന്ന്. റഹ്മാൻ 41. വ ഇലാഹുക്കും ഇലാഹു വാഹിദ് നിങ്ങളുടെ ഒരു ഇലാഹു ഒരേ ഒരു ഇലാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാഹു അവരല്ലാതെ ഒരു ആരാധ്യനുമില്ല. അർ-റഹ്മാനുർ റഹീം റഹ്മാനും റഹീമും കരുണാവാരിധിയാണവൻ എന്ന്.